പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈശോ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള ആമേനെന്ന് പറയണം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമേനെന്ന് പറയണം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ്, നമ്മളത് അംഗീകരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. അവരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ്, ഒരിക്കലും പരസ്പരം പൂരകമല്ല. വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. കർത്താവേ, യേശുക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോസ്യസ് 3:11 ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതനുസരിച്ച് കൊണ്ട് കർത്താവ് എല്ലാ മേഖലകളിലും എല്ലാമാകാൻ, കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവസിക്കാൻ, അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വെളിപാട് വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരെടുക്കേണ്ട രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, പല പല സംരംഭങ്ങൾക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി ഉദ്യമം നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ്, ചത്ത് കളയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ ദൈവം നമുക്ക് നടന്നില്ലെന്ന് ഓർത്ത് വരുന്നിക്കുന്നുണ്ട്. കല്യാണം നടക്കുമ്പോൾ വിഷമമാണ്, കാര്യം നമ്മുടെ കല്യാണം നടക്കണില്ല. മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ്, കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട് ഈശോയെ. പള്ളിപ്പോലും പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല, കല്യാണം നടന്ന, ജോലി കിട്ടിയ, ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നല്ലേ, എവിടെ ഇരുന്ന്, ഇപ്പോൾ ഒന്നും ആയില്ലേ, ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം, ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്കിന് കുത്തണ പോലെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട് ഈശോയെ. പലതരത്തിൽ വേദന. അതാണ് ഹെൽപ്പ് ദോസ് ഹു ഹാവ് കൈൻഡ് ഓഫ് ട്രാവൽസ് എന്നങ്ങ് പറഞ്ഞത്. എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം നീ സന്ധിക്കണ പ്രാർത്ഥിച്ചു. ഈ ഒരു പ്രാർത്ഥന അതിനു വേണ്ടിയാണ് നീ ചെയ്തത്. അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ 20ാമത്തെ വർഷത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി ജനകോടികൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, രോഗികൾ, പീഡിതർ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലിയില്ലാത്തവർ, അതേസമയം തന്നെ ഒരു തരത്തിലും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ, പലതരത്തിലും വിഷമം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കരയേറി അക്കരെ, ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി തുഴച്ചില്ലേ, കൈയും കാലം തളർന്നു പോയിട്ട് കിടപ്പിലായി പോയവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, എന്ത് ചെയ്യുമെന്നറിയാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ആർക്കും ഉത്തരവില്ല. എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട്. ഇറങ്ങി നടന്ന് കുറച്ച് നടന്നിട്ട് അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ വളരെ അങ്കപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇന്ന് ഓർക്കണം, അവരെല്ലാം നീ സന്ധിക്കണം. അവർക്ക് വേണ്ടിയെല്ലാം പറ്റുന്നത്ര എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയെ വളരാനും സുവിശേഷ സാക്ഷിയാകാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വത്തിലെ നയിക്കുക. ജോഷുവയുടെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ജോഷുവയ്ക്ക് എഴുതിയ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിച്ചോളൂ. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ, ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ, ദൈവം മോശയോട് ജോഷുവയോട് പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണതാണ്. എന്താണ്? ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക്, ഒരു ജോലി, അപരിചിതമായ ഒരു കാര്യം, ഒരു ഉത്തരവാദിത്തം, നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യമാകാം, പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത്? അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന പറയണത്. നിനക്ക് വലിയ ഇപ്പോൾ ചെറിയൊരു പറയണ, അച്ഛാ ഞാൻ കരിക്ക് കച്ചവടം ചെയ്യാൻ പോകുകയാണ്, എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയാം. അത് അത്രയുള്ള സംഭവം. സിമ്പിളല്ലേ? റോഡിൽ ഇരുന്ന് കരിക്ക് കിറ്റം ചെയ്യണ പരിപാടിയാണ്. നേരത്തെ ചെയ്ത് ഇത് കരിക്ക് എവിടുന്ന വരുന്നത് പോലും അറിയാൻ പാടില്ല. നാട്ടിൽ നിന്ന് പിരിച്ചിടാമെന്ന് വിചാരിക്കണം. ചിലപ്പോൾ അത് നടക്കത്തില്ല. കാര്യം ഒരു കരിക്ക് പിരിച്ചിടാൻ കയറുന്നതിൻ്റെ
അതിന് കൊടുക്കേണ്ട കൂലി ആ കരയ്ക്കുന്നതിൻ്റെ 10 കരയ്ക്ക് വിട്ട് നമുക്ക് ആ ലാഭം കിട്ടത്തില്ല. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ. അപ്പോൾ ചില പറയുന്നത് തമിഴ്നാട്ടിൽ വല്ല കരിക്കാണെന്ന് പറയും. എന്തും ആയിക്കോട്ടെ, നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെ ഏൽപ്പിക്കും. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല, അതെന്ത് ചെയ്യണം. അതുകൊണ്ട് പ്രൊവിഷനുണ്ട്, സ്കീമുണ്ട്. ഞാനിപ്പോൾ സ്കീം എന്നല്ല പറയണത്. ഈ വഴി ഇതിക്ക് മുമ്പ് പോയിട്ടില്ല, പക്ഷേ അതെന്ത് ചെയ്യണം, പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും, കർത്താവ് നിന്നെ സഹായിക്കുമെന്നാണ്. അപ്പം പുതിയ വ്യക്തികളാകാം, ആ വ്യക്തികളുമായിട്ട് നിങ്ങൾ ആദ്യം സംസാരിക്കാൻ പോയി, പക്ഷേ അപ്പം കർത്താവ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സമർപ്പണ പ്രാർത്ഥന വേണം. നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പോലും വിചാരിച്ചു, ആ രാജ്യത്ത് പോലും നീ ആ സ്ഥലത്ത് പോലും നീ പോയിട്ടില്ല നേരത്തെ. അപ്പം ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ആശുപത്രി പോവുകയാണ്, ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് വരുന്നത്, വേറെ ആശുപത്രിയിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നത്, ഇവിടെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങൾ. അപ്പം ഈ വഴി ഇതിക്ക് മുമ്പ് പോയിട്ടില്ല, പോകേണ്ട വഴി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ടെക്സ്റ്റ് ആ വാചനം ഒന്നിന് വായിച്ചേ. നീ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അപ്പൊ വഴി നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതാണ് സംഭവം. ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ഒറ്റക്കല്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ജോഷുവ 1:9. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അത് ഇതോടെ കണക്റ്റഡ് ആണ്. എന്ന് കഴിഞ്ഞാൽ നീ വഴി ഇതുക്കുമ്പോൾ നീ പോയിട്ടില്ല, നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിനേക്കാൾ ആവശ്യമുള്ള ആർക്ക് വേണം? വിശ്വാസം. നമുക്ക് ഇതുപോലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ 32:8 സങ്കീർത്തനം. എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും. പേഴ്സണൽ ബന്ധമല്ല, മുഖത്ത് നോക്കണ ആരാണ്? നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്ഥനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരാണ്. മുഖത്ത് നോക്കി നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് വചനങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട്, ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച്. പ്രൈസ് ദി ലോർഡ്.